بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി, ഒരു മുസ്ലിഹായി ജീവിച്ചു മരിക്കാൻ സർവശക്തനായ അല്ലാഹു സംസാരിക്കുന്ന എനിക്കും അല്ലാഹുവിന്റെ വീട്ടിൽ വന്നു ചേർന്ന നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പുണ്യത്തിന്റെ പൂക്കാലമായ ദാനധർമ്മങ്ങളിൽ കൊടുങ്കാറ്റ് കണക്കെ സ്വഹാബത്ത് മത്സരിച്ച പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം 3 ദിവസത്തിൽ ഒരിക്കൽ പൂർത്തിയാക്കിയ, അപ്പൊ അത് ഞാൻ ആവർത്തിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം 3 ദിവസത്തിൽ ഒരിക്കൽ പൂർത്തിയാക്കിയ സ്വഹാബത്ത് നമ്മുടെ ജാമിഅ അൽ ഹിന്ദിലെ കുട്ടികൾ, ഹാഫിളുകളായ ആളുകൾക്ക് അവിടെ വെച്ച് ഒരു വലിയ സമ്മേളനത്തിൽ മൊമന്റോയും ട്രോഫിയും അതുപോലെ സർട്ടിഫിക്കറ്റും കൊടുക്കുമ്പോ അവരെ പഠിപ്പിച്ച ആ ഉസ്താദ് പറഞ്ഞു, ഈ കുട്ടികളുടെ കൂട്ടത്തിൽ 13 കുട്ടികൾ സുബ്ഹി കഴിഞ്ഞ് വൈകുന്നേരമാകുന്നതിന്റെ മുന്നേ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ഫാത്തിഹ മുതൽ 114 അധ്യായം സൂറത്ത് അന്നാസ് വരെ ഒരു തെറ്റുമില്ലാതെ പൂർണ്ണമായി കാണാതെ ഓതിത്തന്നു. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് തുടങ്ങി അന്ന് രാത്രിയാകുന്നതിന് മുമ്പ് ഒരു തെറ്റുപോലുമില്ലാതെ ഖുർആനിലെ 6236 ആയത്തുകളും ഓതിത്തന്ന 13 കുട്ടികൾ ഉള്ള ഹാഫിളുകൾക്കാണ് നമ്മൾ ഇന്ന് സമ്മാനം കൊടുക്കുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന്. അപ്പൊ 3 ദിവസം കൊണ്ട് സഹാബത്ത് ഓതി തീർത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി കാണാതെ ഒരു പകല് കൊണ്ട് ഓതിക്കൊടുത്തു എന്നത് ഞാൻ വ്യക്തമാക്കാനാണ് ആ സംഭവം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. വിചാരിച്ചാൽ നടക്കും. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ തീർക്കട്ടെ എന്ന് നബിയോട് അവർ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. മുത്ത് നബി പറഞ്ഞു, വളരെ നിർത്തി സാവകാശം അങ്ങനെ ഓതുന്നതാണ് നല്ലത്, നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല. അപ്പോഴാണ് സഹാബത്ത് എന്നാൽ 3 ദിവസത്തിൽ ഒരിക്കൽ തീർക്കാമെന്നതിലേക്ക് മാറി ചിന്തിക്കുന്നത് എന്നുവരെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നമുക്കൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് റമളാൻ കിട്ടി. എന്നാൽ ഞാൻ ഈ പള്ളിയിൽ വന്ന യുവാക്കളോട്, യുവതികളോട് ചോദിക്കുകയാണ്,
കഴിഞ്ഞ റമദാനിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു തവണ ഓതി തീർക്കാത്തവർ ഒരുപക്ഷെ ഈ ഖുതുബ കേൾക്കുന്നുണ്ടാവും. യുവാക്കൾ യുവതികൾ മാത്രമല്ല, അതിനു മുകളിൽ പ്രായമുള്ളവർ ഒരു തവണ പോലും ഒരു റമദാനിൽ ഓതി തീർക്കാത്തവർ ഒരുപക്ഷെ ഈ ഖുതുബ കേൾക്കുന്നുണ്ടാവും. സ്വഹാബത്ത് 9ഉം 10ഉം തവണയാണ് റമദാനിൽ തീർത്തത്. കുറച്ചൊക്കെ പ്ലാനിംഗ് നടക്കണം. കച്ചവടക്കാരുണ്ട് ഈ കൂട്ടത്തിൽ, ബിസിനസ്സുകാരുണ്ട് ഈ കൂട്ടത്തിൽ. നമ്മൾ ആർക്കു വേണ്ടിയാണ് ഓടുന്നത്? നിങ്ങൾക്കൊറ്റയ്ക്ക് ജീവിക്കാനാണെങ്കിൽ ഇത്ര പാടുപെട്ട് പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഷോപ്പ് 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്കൊക്കെ മാറി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊറ്റയ്ക്ക് ജീവിക്കാനാണെങ്കിൽ. അപ്പൊ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ സമ്പാദിക്കുന്നത്? ഏക്കറക്കണക്കിന് ഭൂമിയുള്ള ഒരാൾ എന്റെ നാട്ടിൽ ഏതാനും ദിവസം മുമ്പ് മരണപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കുറെ ചിന്തിച്ചു, ആലോചിച്ചു. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അള്ളാഹുവിന്റെ പള്ളിക്ക് കുറച്ച് സ്ഥലം കൊടുക്കണം, പള്ളിക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കുറച്ച് കടറൂം കെട്ടിക്കൊടുക്കണം, പള്ളിക്ക് വരുമാനമുണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം, എനിക്കിഷ്ടം പോലെ സ്ഥലം അള്ളാഹു നൽകിയിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ മനസ്സിലെന്താണ്, കുറച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാം, കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് പറയണം. എന്നാൽ സ്വകാര്യമായ ചർച്ചയിൽ ചില വ്യക്തിത്വങ്ങളോടൊക്കെ അങ്ങനെ സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു മീറ്റിംഗിൽ അത് ചർച്ച ചെയ്യണം. അതൊന്നൊരു മീറ്റിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ആ സ്വകാര്യ സംസാരം മക്കളോടോ കുടുംബത്തോടോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിയ്യത്തിന് അള്ളാഹു കൂലി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, മക്കൾക്ക് അതേ ദീനി ബോധവും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ നടക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് മനസ്സിലാഗ്രഹിക്കുന്നത്. ഒരു റമദാൻ കിട്ടുമ്പോ ഈ റമദാൻ ഏതായാലും ഇങ്ങനെ തീർന്നു, അടുത്ത റമദാനിലെങ്കിലും എനിക്ക് ഉഷാറാവണം എന്നാ പല മനുഷ്യരും പറയാ. അങ്ങനെ എത്ര റമദാൻ കഴിഞ്ഞു? റമദാൻ അല്ലാത്ത 11 മാസക്കാലം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഖുർആൻ ഒരു തവണ, കഴിഞ്ഞ റമദാൻ തീർന്നിട്ട് ഈ റമദാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ ഞാൻ ഇവിടുത്തെ ഈ പള്ളിയിൽ വന്നവരോട് ചോദിക്കുകയാണ്, ഒരു തവണ ഖുർആൻ ഓതി തീർത്തോ? ഓർഡറിൽ അവിടെ കുറെ ഓതി, ഇവിടെ കുറെ ഓതി, അതൊക്കെ ഓതിയിട്ടുണ്ട്. അള്ളാഹു പ്രതിഫലം നൽകട്ടെ. മനസ്സ് വെച്ച് അടയാളം വെച്ച് ഒരു തവണ ഖുർആൻ ഓതി തീർത്തോ? ജീവിതത്തിൽ ഒരു തവണ ഓതി തീർക്കാത്തവർ വരെ ഈ പള്ളിയിൽ ഉണ്ടാവാം. ജീവിതത്തിൽ നമുക്ക് എന്താണ് റബ്ബിന്റെ കോടതിയിൽ ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കാൻ ഉള്ളത്? നാളേക്ക് വേണ്ടി എന്താണ് സഹോദര നീ സമ്പാദിച്ചു വെച്ചത് എന്നതിന്റെ ഒരു ഉത്തരം നമ്മൾ മനസ്സിനോടൊന്ന് ചോദിച്ചു. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്ക്. ഖുതുബ പറയുന്ന ഞാൻ, കേൾക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കും, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത്? എത്ര ചെറുപ്പക്കാരാണ് ഈ കഴിഞ്ഞ മാസം തളർന്നു വീണ് മരിച്ചത്? എന്റെ അയൽവാസി ക്രിക്കറ്റ് കളിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച. അവിടെ ടർഫിൽ പോയി ക്രിക്കറ്റ് കളിക്കുക, ബാറ്റ് ചെയ്യാൻ, എന്തൊരു വേദന. അപ്പോഴേക്കും നിലത്ത് കിടന്നു. 2 കിലോമീറ്റർ അപ്പുറത്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് ഹോസ്പിറ്റലിലത്തെ ആളുകൾ പറഞ്ഞു മരിച്ചിട്ട് 2-3 മിനിറ്റായി കഴിഞ്ഞു. 18 വയസ്സുള്ള പെൺകുട്ടി ചെയറിലിരുന്ന് കൂട്ടുകാരികളോട് ഇങ്ങനെ സംസാരിക്കുന്നിടയിൽ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു, മരണപ്പെട്ടു. നാളെ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് പറയാൻ നിനക്ക് കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല എന്നാ ഖുർആൻ പറഞ്ഞു. അത് വിശ്വസിക്കുന്നവരായി പള്ളിയിൽ വന്നവര്. ഇത് വിശ്വാസമില്ലാത്ത ഒരാൾ പള്ളിയിൽ വരില്ല. ഇത് വിശ്വസിക്കുന്ന ഒരാളാ. ഈ മിമ്പറിൽ വെച്ച് ഒരു പക്ഷെ ഞാൻ മരിക്കാം, അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ അണിഞ്ഞ ഈ ഷർട്ട് എന്റെ കൈ കൊണ്ട്
അടിച്ചെടുത്ത് മാറ്റിവെക്കാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ, ഒരു ഗ്യാരണ്ടി പറയാൻ കഴിവില്ലാത്ത ദുർബലനാണ് ഞാൻ. നിങ്ങൾ വീട്ടിൽ നിന്ന് ജുമഅക്കിറങ്ങുമ്പോ ഞാൻ ഉറപ്പായിട്ടും ജുമഅ കഴിഞ്ഞിട്ട് വരാം എന്ന് ഇൻഷാ അല്ലാഹ് എന്ന് ചേർക്കാതെ പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത്? ഞാൻ പോയിട്ട് വരാം, ഉറപ്പായിട്ടും വരും, സ്റ്റോപ്പാക്കാൻ പാടില്ല, പഠിത്തം പരീക്ഷയ്ക്കും ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഉദ്ദേശിച്ചാൽ. അത്ര ദുർബലരാണ് നമ്മൾ. എന്നിട്ട് എന്തു നേടി കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ? റമദാനിന്റെ അഹ്കാമുകൾ കുറെ പറയാം. നമുക്ക് ഇൻഷാ അല്ലാഹ് റമദാനിലേക്ക് പ്രവേശിച്ച ധാരാളം ക്ലാസുകൾ ഉണ്ടാവും. എല്ലാവർക്കും അറിയാം എപ്പോഴാ നോമ്പ് തുടങ്ങുന്നത്, അത്താഴം കഴിക്കേണ്ടത് എപ്പോഴാ. അത്താഴം കഴിക്കേണ്ടപ്പോഴാ 12 മണിക്ക് 1 മണിക്കൊന്നുമല്ല. സുബഹി ബാങ്കിന്റെ മുമ്പ് ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം, ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയമേ നബിയും സഹാബത്തും എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്ക് ബാങ്ക് കൊടുക്കും. ചില ആളുകൾ വസ്വാസായിട്ട് വളരെ നേരത്തെ 12 മണിക്ക് 1 മണിക്കൊക്കെ അത്താഴം കഴിക്കും. അത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതല്ല. അത്താഴം വൈകിപ്പിക്കുകയും നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും ചെയ്യുക എന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ചര്യയാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ മാസം കണ്ടാൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ലാ തസൂമു ഹത്താ തറൗൽ ഹിലാല, മാസപ്പിറവി കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. വലാ തുഫ്തിറു ഹത്താ തറൗൽ ഹിലാല, ആ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് അവസാനിപ്പിക്കാം. വഇൻ ഗബിയ അലൈക്കും ഫഉദ്ദു 30, 29 നമ്മൾ നോമ്പ് അവസാനിപ്പിക്കണമെങ്കിൽ 29ന്റെ അന്ന് മാസം കാണണം. ഇനി വല്ല മറയോ കാണാൻ പറ്റാത്ത അവസ്ഥയോ ഉണ്ടെങ്കിൽ ഫഉദ്ദു 30, നിങ്ങൾ 30 തികക്കണം. അതാണ് പൊതു നിയമം. മാസപ്പിറവി കണ്ട് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, നോമ്പ് തുറക്കാൻ വേണ്ടി മുത്ത് റസൂല് കാരക്ക കയ്യിലെടുത്ത്, ഈത്തപ്പഴം കയ്യിലെടുത്ത്, കിട്ടില്ലെങ്കിൽ കാരക്ക കയ്യിലെടുത്ത്, അതുമല്ലെങ്കിൽ വെള്ളം കയ്യിലെടുത്ത് ബാങ്കിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. അവിടെ മുസ്ലിം ഉമ്മത്തിൽ വസ്വാസുണ്ട്. ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല, എന്റെ നാട്ടിലുണ്ട്. ബാങ്ക് 6:40 അല്ലെങ്കിൽ ബാങ്ക് 6:38. ഈ റമദാനിന്റെ 1ാമത്തെ ദിവസം ബാങ്ക് എത്രയാണെന്ന് നോക്കിയിട്ടില്ല. അതിനൊരു ഉദാഹരണം പറയാം. 6:38 ബാങ്ക്. 38 ആയി, എന്നാലും തുറക്കൂല. സുബഹി മുതൽ ഈ സമയം വരെ നിന്ന നമ്മള് ഒരു 2 മിനിറ്റും കൂടി നിന്ന് അതാണ് ഉറപ്പിച്ചുകൂടെ എന്നാണ് ചില ആളുകൾ ചിന്തിക്കാറുള്ളത്. സമയമായാലും ബാങ്ക് കൊടുക്കൂല. തെറ്റാണ്. നമ്മൾ ബാങ്ക് കേൾക്കാത്ത ഒരു സ്ഥലത്താണുള്ളത്, യാത്രയിലാണ്. ബാങ്ക് കേൾക്കാത്ത ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു നോമ്പിന്. എന്നാൽ 2-3 ആളുകളുണ്ട്. നിന്റെ വാച്ചിൽ എത്ര സമയമായി? 6:30 വെറുതെ 6:30, വെറുതെ 6:30. അപ്പൊ ഏകദേശം സമയമൊക്കെ റെഡിയാ. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ വാച്ചിൽ പ്രശ്നം ഉണ്ടാവും. ശരി, 6:36 ബാങ്കെങ്കിൽ 6:36 നമ്മുടെ വാച്ചിലായാൽ പിന്നെ വസ്വാസ പാടില്ല. ഉടനെ നോമ്പ് തുറന്നോളൂ. ഉടനെ നോമ്പ് തുറക്കണം. കാരണം അല്ലാഹുവിന് സന്തോഷമാണ്. എന്താ കാരണം? റബ്ബ് നീ ഫജ്ർ മുതൽ മഗ്രിബിന്റെ സമയം വരെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പടച്ചവന്റെ കൽപ്പന സ്വീകരിച്ച് റബ്ബ് അനുവാദം തന്നാൽ ഒരു ഓട്ട മത്സരത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നവരെ പോലെ അനുവാദം കിട്ടിയാൽ ഉടനെ ഓടാൻ, അനുവാദം കിട്ടിയാൽ ഉടനെ തുറക്കാൻ, ദാഹിച്ച് തൊണ്ട വരണ്ട് നിൽക്കുന്ന മുഅ്മിനിനെ കാണുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് സന്തോഷമാണ്. 6:38 ബാങ്ക്, 36 തുറക്കുന്നില്ല. 2 മിനിറ്റ് കൂടി സമയമുണ്ട്. എന്റെ റബ്ബ് അനുവാദം തന്നിട്ടുള്ളത് സമയമാകുമ്പോഴാണ്. കാത്തിരിക്കുന്ന മുഅ്മിനിനെ തൊട്ട് അല്ലാഹുവിന് സന്തോഷമാണ്.
അത് നമ്മൾ പാലിക്കണം. ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് എന്നെയും നിങ്ങളെയും ആ വിഷയത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് നമ്മെ നല്ല മുഅ്മിനുകളുടെ, സൂക്ഷ്മതയുള്ള മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അംർ ബിൻ മൈമൂൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അസ്റഅൻ നാസ് ഇഫ്താറ, അവർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന ടീമാണ്. ലാ യസാലു നാസു ബിഖൈർ, ഒരു മനുഷ്യർ ഖൈറിലാകും, നന്മയിലായിക്കൊണ്ടേയിരിക്കും. മഅജ്ജലുൽ ഫിത്ര, നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നവരാണെങ്കിൽ, ആ ഘട്ടത്തിലാണെങ്കിൽ. അപ്പൊ ചില ആളുകൾക്ക് വസ്വാസ് ഉണ്ട്. ആ വസ്വാസ് ദീന് പഠിപ്പിച്ചതല്ല. ഒരു പള്ളിയിൽ നിന്ന് വാങ്കെട്ടാൽ തുറക്കൂല, കാരണം 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറെ പള്ളിയിൽ വാങ്ങ് കൊടുക്കുക. അപ്പൊ അവിടെ അങ്ങോട്ട് കൊടുക്കട്ടെ വിചാരിച്ചിരിക്കാൻ പാടില്ല. സമയമായി. എല്ലാരും ആകാശത്തേക്ക് നോക്കിയിട്ടാണോ ബാങ്ക് കൊടുക്കുന്നതല്ല. എല്ലാ മാസവും കണക്ക് നോക്കി ഒക്കെ കറക്റ്റാണ്. ഇപ്പൊ എല്ലാരും ഒരുമിച്ചാ ബാങ്ക് കൊടുക്കുന്നത്. നോമ്പിന് മാത്രം ഒരു പള്ളിയിൽ നിന്ന് 6:36 ഒരു പള്ളിയിൽ നിന്ന് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ. അത് പറയണത് ചോദിച്ചാൽ പറയും സമയമായിട്ടുണ്ട്, പക്ഷെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് വൈകിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടി ദീനില് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത്താഴത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറയാണ്, കം കാന ബൈനൽ അദാനി വസ്സഹൂർ, അത്താഴത്തിനും ബാങ്കിനും സുബഹി ബാങ്കിനും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഖാല, അവിടുന്ന് കൊടുത്ത മറുപടി ഖദ്റു 50 ആയ, ഒരു 50 ആയത്തോടാണ് സമയം. ഇതൊക്കെ പ്രമാണത്തിൽ കൃത്യമായി കിടക്കുന്നതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി നമ്മൾ ആ രൂപത്തിൽ ഇങ്ങനെ വസ്വാസ് വരിക, അങ്ങനെ വായിൽ ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കണം എന്ന് തോന്നുക, അങ്ങനൊന്നുമില്ല. തുപ്പാൻ വേണ്ടി ഒരാൾ കരുതി ഉമിനീര് വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് തുപ്പിക്കളയിൽ നിർബന്ധമാണ്. തുപ്പാൻ വേണ്ടി കരുതി വെച്ചത് ഉമിനീരുണ്ട്, എന്നാ തുപ്പല് നിർബന്ധം. ഇങ്ങനെ കരുതി കൂട്ടി തുപ്പാൻ ഉണ്ടാക്കുക, അങ്ങനെ വസ്വാസിന്റെ ആവശ്യമൊന്നും നോമ്പിനില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് അള്ളാഹുവിന്റെ മതം എളുപ്പമാണ്. എളുപ്പമായ അള്ളാഹുവിന്റെ മതത്തെ നമ്മൾ കെട്ടിക്കുടുക്കിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. എളുപ്പമാണ് അള്ളാഹുവിന്റെ ദീന്. അള്ളാഹു എല്ലാ സ്ഥലത്തും ഏതു കാര്യത്തിലും റബ്ബ് എളുപ്പമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ പ്രയാസപ്പെടുത്താൻ 5 വക്ത നിസ്കാരേ നമുക്കുള്ളൂ. എളുപ്പാണ്. 50 വക്ത നിസ്കാരാണ് അള്ളാഹ് ആദ്യം പറഞ്ഞത്. 50 വക്ത നിസ്കാരാണ് അള്ളാഹ് ആദ്യം പറഞ്ഞത്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നെ അത് ചുരുക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. മൂസാ നബി പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടും. അങ്ങനെ 45, 40, 30, 20 അങ്ങനെ ചുരുക്കി 5 ചുരുക്കി 5ലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളുടെ ഉമ്മത്ത് 5ഉം കറക്റ്റ് നമസ്കരിക്കൂല. ഒന്നുകൂടി പറയൂ റബ്ബിനോട്, എന്റെ റബ്ബിനോട് ഇനി ചോദിക്കാൻ എനിക്ക് നാണമാണ് എന്നാണ് ആര് പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വക്ത നിസ്കാരം ഭാരമില്ല. അത് കറക്റ്റ് നിർവഹിക്കാൻ ഒരു ഭാരവുമില്ല. നിർവഹിക്കാത്തവനെല്ലാം ഭാരമാണ്. എളുപ്പാണ്. നമ്മൾ അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കുന്ന സ്വത്തിൽ നിന്ന് 10% കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, 20% കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, 2.5% നമ്മുടേതല്ല. അപ്പോഴാണ് നമ്മുടെ ധനം ശുദ്ധീകരിച്ച ധനമാകുക. 100 രൂപ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുമ്പോ 2.50 മുഅ്മിനേ, മുസ്ലിമേ, നിന്റെതല്ല, അത് ലിൽ ഫുഖറാ വൽ മസാകീൻ. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അത് പാവപ്പെട്ടവർക്കുള്ളതാണ്, വഴിയാത്രക്കാർക്കുള്ളതാണ്, കടത്തിൽ കുടുങ്ങി നിൽക്കുന്നവർക്കുള്ളതാണ്. 1025 രൂപ, 10,250 രൂപ, 1,00,2,500 രൂപ, 97,500 രൂപ നിനക്ക് ഹലാലായി, ശുദ്ധീകരിക്കപ്പെട്ട പണമായി. സൂക്ഷിച്ചാൽ എളുപ്പമാണ്. കണക്ക് നോക്കി കരുതി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നവർക്ക് എളുപ്പമാണ്. എത്രയോ പണക്കാർ നാളെ റബ്ബിന്റെ കോടതിയിൽ മുട്ടുകുത്തി നിരങ്ങും. സാമ്പത്തികമായ രംഗത്ത് അവർ കണക്ക് പറയേണ്ടി വരും.
എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ റമദാൻ എന്നത് വളരെ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ മുമ്പേ കാണും. ഞാൻ പറഞ്ഞു, കച്ചവടക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, സംസാരിക്കുമ്പോൾ പറയും മൗലവി പള്ളിയിൽ വന്ന് കുറെ സമയം ഖുർആൻ ഓതണമെന്ന് വിചാരമുണ്ട്, പക്ഷെ നടക്കണില്ല, ഷോപ്പിൽ ആളില്ല. കച്ചവടത്തിന് അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്, അവിടെ ഒരാളെ നിൽക്കാൻ കിട്ടിയിട്ടില്ല. പല കാരണങ്ങൾ പറയും. അടുത്ത റമദാനിൽ നമുക്ക് ആളെ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അടുത്ത റമദാനിലെങ്കിലും ഒരു നേരത്തെ വരാം എന്ന് നമുക്ക് എന്താ ഉറപ്പ്? നമ്മൾ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ്? എന്തുറപ്പാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്ലാൻ ചെയ്യണം. ടൈം നമ്മളെ കാത്തിരിക്കില്ല. നമുക്ക് വേണ്ടതുപോലെ ടൈമിനെ നമ്മൾ ക്രമീകരിക്കുകയല്ലാതെ നമ്മെ കാത്തിരിക്കുന്ന ഒരു ഏർപ്പാട് ടൈമിനില്ല. പലരുടെയും മറുപടി ഖുർആൻ പഠിക്കണം. ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഈ പള്ളിയിൽ വരുന്ന എത്രയോ ഫാമിലി ഈ ഖുത്ബ കേട്ട് പോകുന്നു. എല്ലാവരും ഖുർആൻ ക്ലാസ് വരുന്നുണ്ട്. ഇല്ല, എന്താ പറയാ, വരണം എന്നുണ്ട്, സമയമില്ല. പഠിക്കണം എന്നുണ്ട്, സമയമില്ല. നമ്മളെ മുക്കിൽ പല്ലി വെച്ച് താടി കൂട്ടിക്കെട്ടി തള്ളവരിൽ തമ്മിൽ കൂട്ടിക്കെട്ടി ഇങ്ങനെ കിടത്തുന്ന സമയം ഇഷ്ടം പോലെ സമയമാണ്. ഇഷ്ടം പോലെ സമയ. നമ്മുടെ ചുറ്റും നിന്ന് പലരും കരയാനുണ്ടാകും. നമ്മുടെ ഖബറിന്റെ അടുത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയ മോൻ എല്ലാരും പോയാലും നമ്മുടെ മോൻ ഒരുപക്ഷെ ഖബറിന്റെ അടുത്ത് ഒരു 10 മിനിറ്റ് അധികം നിൽക്കും. പോരാൻ തോന്നുന്നില്ല. പെട്ടെന്ന് മരിച്ച വാപ്പാന്റെ ആ മയ്യത്ത് ഖബറടക്കിയ ഖബറിന്റെ അടുത്ത് നമ്മുടെ മോന്, നമ്മുടെ മക്കള് എല്ലാവരും പോയാലും അവിടെ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ് ഫ്രണ്ട് അവിടെ ഇങ്ങനെ നിൽക്കും. എത്ര നേരം നിൽക്കും? ഇനി നിന്നിട്ട് എന്താ കാര്യം? എത്ര നേരം നിൽക്കും? അവര് ഏറി വന്ന എല്ലാവരും പോയി. മോനിങ്ങനെ കരഞ്ഞ് ബാപ്പാന്റെ ഖബറിന്റെ അടുത്ത് നിൽക്കുമ്പോ ബാപ്പാന്റെ കൂട്ടുകാർ ചെല്ലും, സാരല്ലടാ, നമുക്കൊക്കെ മരിക്കണ്ടേ, നീ പോര്, കൂട്ടിക്കൊണ്ടുപോവില്ലേ, അവിടെ നിർത്തുവോ? ഇനി അവൻ 1 മണിക്കൂർ അവിടെ നിന്നു, എന്താ കാര്യം? ഈ ഖബറിലുള്ളവൻ ചെയ്ത അമല പടച്ചോ നോക്കുക. മോൻ ഖബറിന്റെ പുറത്ത് എത്ര നേരം നിന്നു എന്നുള്ളതല്ല. ഈ മോൻ ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, സംശയമില്ല. അത് ഖബറിന്റെ അടുത്ത് നിൽക്കണമെന്നില്ല. വീട്ടിൽ നിന്നും വാഹനത്തിൽ നിന്നും ഫ്ലൈറ്റിൽ നിന്നും ട്രെയിനിൽ നിന്നും ആ ഷോപ്പിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇടക്കിടയ്ക്ക് ഖബർ പോയി കാണാം. പക്ഷെ നമ്മള് ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ സൽക്കർമ്മം ചെയ്യാതെ എന്റെ മോൻ ആയിരക്കണക്കിന് മണിക്കൂർ ഖബറിന്റെ അടുത്ത് വന്നു പോയിക്കൊണ്ടിരുന്നാലും എനിക്ക് ഉപകാരം കിട്ടുമോ? സ്വാലിഹായ ഒരാളാവണം ഖബറിന്റെ ഉള്ളിൽ. എന്നാലേ മക്കളുടെ പ്രാർത്ഥന ഫലിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി, ഞാനിത് പറയുന്ന കാര്യം, ഒന്ന് ഭാര്യനെ കൂട്ടി പുറത്തിറങ്ങാൻ പോലും സമയമില്ലാത്ത ആളുകളുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട്. പല സ്ഥലത്തേക്കുമുള്ള യാത്രയുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചവരുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട്. എന്താ പറയാ, മക്കളൊക്കെ വലുതാവട്ടെ, അപ്പൊ പിന്നെ നമുക്ക് നടക്കുവോ യാത്രയ്ക്ക്? എല്ലാ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നീക്കി വെച്ചു. പരലോകം കൂടിയ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നീക്കി വെച്ചാലോ? പരലോകം കൂടി കറക്റ്റ് ജമാഅത്തിന് പോകാൻ പറ്റണില്ല. എന്താ? മക്കൾക്ക് വേണ്ടി ഓടുകയാണ്. കറക്റ്റ് സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റണില്ല. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ്, എല്ലാ വ്യാഴാഴ്ചയും നോമ്പ്, എല്ലാ മാസം 13, 14, 15 നോമ്പ്, ഒരു വർഷത്തിൽ പകുതി നോമ്പാ. ഈ പള്ളിയിൽ വരുന്ന ആളുകൾ എത്ര നോമ്പെടുക്കാറുണ്ട്? പറ്റുന്നില്ല. നമ്മളെ ഓട്ടം എങ്ങനെയാണ്? നമ്മുടെ യാത്ര എങ്ങനെയാണ്? ആർക്കു വേണ്ടി? ശരിക്കും ഞാനൊരു സ്ട്രോങ് സംസാരം നല്ല നിങ്ങളോട് നടത്തുന്നത്. നമ്മുടെ മനസ്സിനുള്ളിലിട്ട് ചോദിച്ചു നോക്ക്, ഈ മക്കൾ ഒരു പക്ഷെ നാളെ നമുക്കെതിരാവും. കാർ പോർച്ചിൽ കിടക്കുക ഒരു വാപ്പ, നിങ്ങൾ കണ്ടില്ലേ യൂട്യൂബില്? കാർ പോർച്ചിൽ കിടക്കുക. അയാളുടെ ചാനലിന്റെ ആളുകൾ ചോദിച്ചു, എന്താ ഇവിടെ കിടക്കുന്നത്? ഞാൻ 10-30 വർഷം പ്രവാസിയായിരുന്നു, വളരെ ചെറിയ പ്രായത്തിൽ പോയതാ. എല്ലാ മാസവും ഇങ്ങനെ വിട്ടിട്ട് ക്യാഷ് അയച്ചു കൊടുക്കും. ഭാര്യ മക്കൾ ഉഷാറായിട്ട് ജീവിച്ചു. ഇനി ഞാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പൊ എന്നിട്ടിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തുക. അതുകൊണ്ട് അവര് വാതില് പൂട്ടിപ്പോയി. പിന്നെ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കണില്ല. അതുകൊണ്ട് പോർച്ചില് ഒരു പായ വിരിച്ച് കിടക്കുക. ഇനി ചോദിക്കുക, ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ അധ്വാനിച്ചത് 30 കൊല്ലം പ്രവാസ ലോകത്ത്? ആർക്ക് വേണ്ടി അധ്വാനിച്ചു? ഈ മക്കളെ വിശ്വസിച്ചിട്ടോ? പൈസ മാത്രമേ കൊടുത്തുള്ളൂ, ദീന് കൊടുത്തില്ല.
മൊറാലിറ്റി പഠിപ്പിച്ചില്ല, മോറൽ എഡ്യൂക്കേഷൻ നൽകിയില്ല, ബാപ്പാനോടും ഉമ്മാനോടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം പഠിപ്പിച്ചിട്ടില്ല, ഭാര്യയ്ക്ക് പൈസ എങ്ങനെ അയച്ചെടുത്തു, ഭർത്താവിനോടുള്ള കടപ്പാട് പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് പോർച്ചിൽ കിടക്കുകയാണ് ഈ മനുഷ്യൻ. അയാളെ ഏറ്റെടുക്കാൻ ആളുകളുണ്ട്, നിങ്ങൾക്കിടം തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ നിന്ന് ചാവി കിട്ടാതെ പുറത്തു കിടക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അവനവന്റെ കാര്യം കുറച്ചൊക്കെ ഒരു സ്വാർത്ഥത ദീനി രംഗത്തെങ്കിലും നമുക്ക് ഉണ്ടാവണം. അതാ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ജ്യേഷ്ഠൻ അനിയനില്ലാത്തതുകൊണ്ട് ദീന് പഠിക്കാൻ പോടില്ല. ഞാൻ പോകുമായിരുന്നു ഖുർആൻ ക്ലാസ്സിലേക്ക്, പക്ഷെ അവരില്ല. ആരും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ജ്യേഷ്ഠത്തില്ലാത്തോണ്ട് ഞാൻ പോയില്ല, അനിയത്തില്ലാത്തോണ്ട് ഞാൻ പോയില്ല, എന്റെ ഫ്രണ്ടുകളില്ലാത്തോണ്ട് കൂട്ടുകാരില്ലാത്തോണ്ട് ഞാൻ പോയില്ല. ഇതൊന്നും പടച്ചോന്റെ കോടതിയിൽ നടക്കൂലെന്ന് യുവാക്കളെ, യുവതികളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരൊറ്റ നോമ്പ് അല്ലാഹു സ്വീകരിച്ചാൽ, യുവാക്കളെ, ഒരു നോമ്പ് അല്ലാഹു സ്വീകരിച്ചാൽ മനുഷ്യനും കല്ലും കത്തുന്ന നരകം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തുന്നത് മനുഷ്യനാണ്, കത്തുന്നത് കല്ലാണ്. നമ്മള് കുറെ മുമ്പൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അടുപ്പ് കല്ലുകൊണ്ടുണ്ടാക്കും, ഇഷ്ടിക കൊണ്ടുണ്ടാക്കും. ഇപ്പോഴും വലിയൊരു പ്രോഗ്രാം ഒക്കെ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മള് അടുക്കളയിലെ ചെറിയ അടുപ്പില് വലിയ ചെമ്പ് വെക്കാൻ പറ്റാതെ കല്ല പുറത്തു വെക്കാം. നരകത്തിൽ കത്തുന്നത് കല്ലും മനുഷ്യനുമാണ്. കത്തുന്ന കല്ലിലേക്കുള്ള വിറകാണ് മനുഷ്യൻ. പക്ഷേ കരിഞ്ഞ് കരിക്കട്ടയായി പിന്നീട് വെണ്ണീറായി ചാമ്പലായി പോവുകയില്ല. പിന്നെ 40 മുഴക്കാണ് തൊലിയുടെ കട്ടി. തൊലിയുടെ കട്ടി നരകത്തിൽ അല്ലാഹു കൊടുക്കുക. ഒരു മുഴം തന്നെ 1.5 ഫീറ്റാ. അത്ര കട്ടിയാണ് നരകത്തിലെ മനുഷ്യന്റെ തൊലിക്ക്. അത് കത്തി ഇങ്ങനെ തീരാനാകുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറയാണ്, ഞാൻ അതിനെ വീണ്ടും മാറ്റിക്കൊടുക്കും, മരിക്കൂല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചെറിയൊരു സൂറത്തിലെ ലാസ്റ്റ് ആയത്തെന്താ? സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അതിന്റെ അർത്ഥം എന്താ? ആ നരകത്തിൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയില്ല, നിന്നെ മരിക്കാനും സമ്മതിക്കുകയില്ല. ഇവിടെ തീപിടുത്തുണ്ടായി, കത്തി കരിഞ്ഞു, മരിച്ചു, തീർന്നു. അവിടുത്തെ തീർന്നു തൽക്കാലം. നരകത്തിൽ തീരൂല. നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, മരിക്കാനും സമ്മതിക്കില്ല. കത്തി തീരുമ്പോ അല്ലാഹു പറയാം, നാം അവന് മാറ്റിക്കൊടുക്കും. ആ നരകത്തിൽ നിന്ന് ഒരു നോമ്പ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ചാൽ അല്ലാഹു പറയാ 70 വർഷം വടി ദൂരത്തേക്ക് ഒരു നോമ്പ് കൊണ്ട് അല്ലാഹു നരകത്തിൽ നിന്ന് അവനെ അകറ്റും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടില്ലേ? മാമിൻ ആബിദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, മാമിൻ ആബിദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരൊറ്റ നോമ്പ് ഒരടിമയെടുത്തു. എന്നാൽ ഇല്ലാ ബഅദല്ലാഹ്, ഇല്ലാ ബഅദല്ലാഹ്, ഈ റിപ്പോർട്ടുകളൊക്കെ കാണാം. അങ്ങനെ ബിദാലിക്കൽ യൗം, ആ ഒരൊറ്റ നോമ്പ് കൊണ്ട്, ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട്, ആ ദിവസത്തിന്റെ ആ നോമ്പിന്റെ മഹത്വം കൊണ്ട് വജ്ഹഹു, അവന്റെ മുഖത്തെ അല്ലാഹു മാറ്റി നിർത്തും നരകത്തിൽ നിന്ന് 70 ഖരീഫ, 70 വർഷം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 70 വർഷ ലക്ഷങ്ങളും ആയിരങ്ങളും കോടികളൊക്കെ വരുമാനമുള്ളവരുണ്ടാവാം. ശരിക്കും മനസ്സിലാക്കിക്കോ, കോടികൾ കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല. ഒരൊറ്റ നോമ്പ് പടച്ചോ നമ്മിൽ നിന്ന് സ്വീകരിച്ചാൽ, സംസാരിക്കുന്ന ശിഹാബന്നിൽ നിന്ന് അല്ലാഹു ഒരു നോമ്പ് സ്വീകരിച്ചാൽ കത്തിജ്വലിക്കുന്ന നരകം, തലയോട്ടി പോലും ഉരുകി ഒലിക്കുന്ന നരകം, വാവിട്ട് കരഞ്ഞ് വെള്ളമെന്ന് പറയുമ്പോ നരകത്തിന്റെ ആ അഗാധതയിൽ കടന്ന് വാവിട്ട് കരഞ്ഞ് വെന്തുരുകി ഒലിക്കുന്ന മനുഷ്യ ശരീരത്തിൽ ഒലിച്ചിറങ്ങുന്ന ചോരയും നീരും ചലവും കലർന്ന സൂറത്ത് ഇബ്രാഹിം എന്താ പറഞ്ഞത്? നരകത്തിൽ കിടക്കുന്ന വേശ്യകളുടെ, ശിർക്ക് ചെയ്തവരുടെ, കുഫ്ർ ചെയ്തവരുടെ, തോന്നിവാസം ചെയ്തവരുടെ ശരീരത്തിൽ നിന്നിങ്ങനെ ഒലിച്ചിറങ്ങുന്ന ചോരയും നീരും ചലവും നരകത്തിന്റെ വൈലെന്ന് പറയുന്ന സ്ഥലത്ത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. പടച്ചോനെ, ഞങ്ങൾ നരകത്തിലായി പോയി. അല്ലാഹുവേ, ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന്
എന്നേക്കുമായി രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നറിയാം. എന്നാലും കുടിക്കാൻ അല്പം വെള്ളം തന്നുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് നരകത്തിലെ ആളുകൾ പടച്ചവന്റെ മുന്നിലേക്ക് കരഞ്ഞു ചോദിക്കും. അപ്പൊ അല്ലാഹ് പറയും, അള്ളാഹ്ക്ക് ഒരു കൃപയില്ല, ഒരു കാരുണ്യം അള്ളാഹ്ക്ക് തോന്നൂല. കാരണം എല്ലാം ഒരുക്കി തന്ന്. ഇന്ന് നമ്മുടെ ഈ ജുമ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുടെ കിഡ്നി അസുഖം ബാധിച്ച ഒരു കുട്ടിയുടെ കലക്ഷൻ അതെല്ലാവരും കൊടുക്കുന്ന കുട്ടിക്ക് വേണ്ടി. ചെറിയ കുട്ടിയാണ്, മുമ്പേ ഒരു കിഡ്നിയേ ഉള്ളൂ ആ കുട്ടിക്ക്. ആകെയുള്ള ഒരു കിഡ്നി തകരാറിലായിരിക്കും. 60 ലക്ഷം രൂപമാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനാണ് അവിടെ പോസ്റ്ററൊക്കെ കണ്ടത്. അതിനെല്ലാവരും സഹായിക്കണം. ഞാൻ ഇതിനത് പറഞ്ഞെന്നറിയോ? 2 കിഡ്നി തന്ന റബ്ബ്. നമ്മൾ ചോദിച്ചോ? നമുക്കറിയോ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇത്ര വലിപ്പമുള്ളൂ ഇത്രേ. ഒരു ദിവസം 170 ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം സാധാരണ പുറത്തൊക്കെ വെച്ച ബക്കറ്റില്ലേ 10 ലിറ്റർ കൊള്ളുക. ബാത്റൂമിലൊക്കെ ഉപയോഗിക്കണേ 10 ലിറ്ററിന്റെ ബക്കറ്റ്. അതിൽ 17 ബക്കറ്റ് രക്തം ഒരു ദിവസം നമ്മുടെ കിഡ്നി അരിച്ചെടുക്കും. ഒരു ദിവസം ഫിൽട്രേഷൻ നടത്തുന്നത് 17 ബക്കറ്റ് എന്ന് പറഞ്ഞാൽ 170 ലിറ്റർ. അതിപ്പോ നേരെ വർക്ക് ചെയ്യുമ്പോ അതിന്റെ വില നമുക്കറിയില്ല. അള്ളാഹ്ക്ക് നമ്മളെ പരീക്ഷിച്ചൂടെ? എത്ര രോഗികളുണ്ട്. ഒരുപക്ഷെ ഈ പള്ളിയിൽ അങ്ങനെ അസുഖത്തിൽ വന്നവരുണ്ടാവും. അള്ളാഹു എത്രയും വേഗത്തിൽ ശമനം നൽകുമാറാകട്ടെ. ഇല്ലാത്തവർക്ക് അള്ളാഹ് തന്ന് പരീക്ഷിച്ചൂടെ? നിങ്ങൾ ഈ തലക്കൊക്കെ ട്യൂമർ വന്ന ആളുകളൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വാർഡിലൊക്കെ ഒന്ന് പോയി നോക്ക്. എന്റെ ഭാര്യയുടെ ഉമ്മാക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വാർഡിൽ നിന്ന് പോയി നോക്കി. എത്രയോ മനുഷ്യരുടെ തലയോട്ടിയുടെ പീസ് കഷ്ണം ഇതിൽ ഡോക്ടർമാരുണ്ടാവും ഈ സദസ്സില്. അവരുടെ തൊടയിലും അവരുടെ വയറിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇതിന് തലയോട്ടി തുറന്നിട്ട് ട്യൂമർ എടുത്ത് പുറത്ത് കളഞ്ഞാൽ പിന്നെ തലയോട്ടിയുടെ ആ കഷ്ണം ഉണ്ടല്ലോ ഉടൻ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റൂല. അത് സ്വാഭാവികമായി ആ ഭാഗം കുഴിഞ്ഞു വരണം. 3-4 മാസം സമയമെടുക്കും. അവിടെ എന്റെ ഭാര്യന്റെ ഉമ്മാനെ സർജറി ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു, ഉമ്മാന്റെ തലയോട്ടിയുടെ ഒരു കഷ്ണുണ്ട് എടുത്ത് അത് പുറത്തെടുക്കാൻ. തുറന്ന സ്ഥലല്ലേ അത്. ഇനി ഉമ്മാന്റെ വയറിലോ കാലിന്റെ തുടയിലോ ഒളിപ്പിച്ചു വെക്കണം. 3 മാസം 4 മാസം. എവിടെ വെക്കേണ്ടത്? വയറിലാണോ കാലിലാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും നമുക്ക് അത്ര അറിയില്ല. അത് ഡോക്ടറുടെ ഇഷ്ടം. വെച്ചു. 4 മാസം കഴിഞ്ഞപ്പോ തല കുഴിഞ്ഞു വന്നു. തൊടയുടെ ഉള്ളിൽ നിന്ന് ആ പീസ് എടുത്തു, വീണ്ടും റീഫിറ്റ് ചെയ്തു. ഇപ്പൊ 3 വർഷമായി. 3 വർഷമായി. അള്ളാഹു ആരോഗ്യം നൽകുമാറാകട്ടെ. അപ്പോ ഡോക്ടറുടെ ചോദിച്ചു, എന്തിനാ അങ്ങനെ വെക്കുന്നത്? അത് അതേ രക്തം ഓടുന്ന ശരീരത്തിലേ നിൽക്കൂ. വേറൊരു സംവിധാനം ലോകത്തില്ല. ആര് തന്നതത്? അള്ളാഹു. എന്നിട്ട് അഹങ്കരിക്കുക, ഗർവ് കാണിക്കുക. ചെറുപ്പക്കാർക്കൊക്കെ കുറച്ച് ആരോഗ്യം, മസിലും ജിമ്മൊക്കെ ഇങ്ങനെ വരുമ്പോ തോന്നുക ഞാൻ എന്നെ ഇവിടെ ഏറ്റവും വലിയ ആള്. 1 സെക്കൻഡ് മതി നിന്നെ മലർത്തിയടിക്കാൻ അല്ലാഹുവിനെ. 1 സെക്കൻഡ് മതി. അതുകൊണ്ട് കഴിഞ്ഞുപോയ റമളാനൊക്കെ പോയി. ദാ ഒരു പുതിയ റമളാൻ വരിക. ഒന്ന് പുതിയ മനസ്സുമായി, ഒരു പുതിയ ആളായി, ഒരു പുതിയ വ്യക്തിത്വമായി പ്രിയപ്പെട്ടവരെ രംഗത്ത് വരിക. കലങ്ങിയ കണ്ണുമായി റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൻ സ്വാമ റമളാന, ഒരാൾ റമളാനിൽ നോമ്പെടുത്തു. എങ്ങനെ? ഈമാനൻ വഹ്തിസാബ, നല്ല ഈമാനോടുകൂടി നല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. അള്ളാഹു അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കും. നല്ല ഈമാമാണ്. വെറുതെ എല്ലാരും നോമ്പെടുക്കുക. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ മോശമല്ലേ? ഞാൻ ഇപ്പൊ +2കാരനാണ്, ഞാൻ ഡിഗ്രിക്കാരനാണ്. വീട്ടിൽ ഉമ്മാക്കും നോമ്പാണ്, എന്റെ അനിയത്തിക്ക് വരെ നോമ്പാണ്. പിന്നെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? ഒരു കൂലി ഉണ്ടാവില്ല, നഷ്ടായിരിക്കും. വെറും പട്ടിണി മാത്രം. അതാ ഈമാന് വേണം, നല്ല പ്രതിഫലം ആഗ്രഹിക്കണം. റബ്ബ് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്.
മുമ്പേ ഉള്ള സമുദായത്തിന് നോമ്പുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കി അല്ലാഹു ആയത്തിറക്കുക. നോമ്പ് മുമ്പേ ഉണ്ട്. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, മുമ്പേ ഉള്ള സമുദായങ്ങൾക്കൊക്കെ നോമ്പുണ്ടായിരുന്നു, ഇതാ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കുകയാണ്. എന്തിന് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാനാണ്. അപ്പൊ എന്തിനാ നോമ്പ്? ഇടയ്ക്ക് നമ്മളെ വണ്ടി കൊണ്ട് സർവീസ് ചെയ്യും. നോമ്പായിട്ട് നമ്മുടെ വീടിൽ മാറാമിലൊക്കെ കട്ടി നല്ല പെയിന്റിംഗ് ഒക്കെ ക്ലിയറാക്കി, പള്ളിയിലെ കാർപ്പറ്റ് വൃത്തിയാക്കി, ഇന്റർലോക്ക് വീണ്ടും പോളിഷ് ചെയ്ത് മതിൽ വരെ പെയിന്റ് അടിച്ച് വീടൊക്കെ ഉഷാറായി. ആളുകൾ എന്താ വേണ്ടത്? നോമ്പാണ്. ആ വീടിന്റെ മതിൽ പെയിന്റ് അടിച്ചു, വീട് പെയിന്റ് അടിച്ചു, എല്ലാം റെഡിയാക്കി. ക്ലീനിങ്ങിന് ഇപ്പൊ നല്ല ടീമുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ടാൽ കിട്ടും. അവരൊക്കെ വന്നു ഉഷാറാക്കി. അതിന്റെ ഉള്ളിലുള്ള മുഹമ്മദിനും ഫാത്തിമാക്കോ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ആ ക്ലീനിങ് കൊണ്ട് എന്താ കാര്യം? വീട്ടിന്റെ ഉള്ളിലുള്ള മൈമൂന, ഞാൻ ഈ പള്ളിയിലൊരു മൈമൂന ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, വെറുതെ പറയാ. വീട്ടിലുള്ള ഫാത്തിമ ആയിഷ മുമ്പേ നുണ പറയും, നോമ്പ് കഴിഞ്ഞാലും പറയും. മുമ്പേ പരദൂഷണം പറയും, നോമ്പ് കഴിഞ്ഞാലും പറയും. മറ്റുള്ളവരുടെ മുതല് തിരക്കും, നോമ്പ് കഴിഞ്ഞാലും തിരക്കും. ചൈനന്റെ സാധനം ജപ്പാൻകാരന് കൊടുക്കും കച്ചവടക്കാരൻ, നോമ്പ് കഴിഞ്ഞാലും കൊടുക്കും. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലാന്ന് പറയും, സ്റ്റിക്കർ മാറ്റി ഒട്ടിക്കും, കള്ളത്തരം പലതുണ്ട്. മനസ്സിലായില്ലേ? റിയൽ എസ്റ്റേറ്റില് കൊള്ള ലാഭം എടുക്കും, എന്നിട്ട് നോമ്പ് ഭയങ്കര പ്രാർത്ഥന കിറ്റ് കൊടുക്കുക. ഒരു കാര്യമില്ല. നിങ്ങളിവിടെ സ്ഥലം കുറുവേല് വാങ്ങിയത് 2 ലക്ഷത്തിനാ സെന്റിന്. നിങ്ങൾക്ക് 20 ലക്ഷത്തിന് കൊടുക്കാം, മാർക്കറ്റ് അത്ര ഉണ്ടെങ്കിൽ. നമുക്ക് വെറുതെ കിട്ടിയല്ല, മാർക്കറ്റിന് കൊടുക്കാം. മനസ്സിലായില്ലേ? മാർക്കറ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാൻ പ്രശ്നമില്ല. പക്ഷെ കളവ് പറയും, ഒന്നും പറയണ്ട, എനിക്ക് ഈ സ്ഥലത്തിന് സെന്റിന് 20 ലക്ഷം കിട്ടിയാലേ ഞാൻ കൊടുക്കൂ, അതിൽ ഹലാലാണ് കച്ചവടം. അപ്പൊ അയാൾ എന്തെങ്കിലും കുറക്കും. എനിക്ക് കിട്ടിയത് തന്നെ 19 ലക്ഷത്തിനാണ്. പിന്നെ അതിൽ ബ്രോക്കറേജ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, അപ്പൊ നുണയായി. അപ്പൊ ആ കച്ചവടം ഹറാം. കളവ് പറയണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വില പറഞ്ഞോളി, പറ്റുമെങ്കിൽ വാങ്ങിക്കോട്ടെ. നുണ പറഞ്ഞ കച്ചവടം നടത്താൻ. ഇത് നോമ്പിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ടി വി ഒക്കെ പൂട്ടി, ചാനലൊക്കെ അടച്ച്, വല്ലിപ്പൊക്കെ പറയാണ് ഇനി നോമ്പ് കഴിയാതെ തുറന്നാൽ കാണിച്ചു തരാൻ കുട്ടികളോട്. അപ്പൊ നീയത്ത് എന്താണ്? നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഉഷാറാക്കാൻ പറ്റി. അപ്പൊ നോമ്പുണ്ടോ? അപ്പൊ നോമ്പ് കിട്ടുമോ? ഞാൻ ഈ പള്ളിയിൽ നിന്ന് നോമ്പിന് ഇറങ്ങുമ്പോ പറയാ, നിന്നോട് 2 വർത്താനം പറയാണ്ട്, നോമ്പ് അങ്ങോട്ട് കഴിയട്ടെ. അപ്പൊ എന്റെ നീയത്ത് എന്താ? നന്നാവാനാണോ തീരുമാനം? ആണോ? ഇതാ നമ്മളെ വീട്ടിൽ നടക്കുന്നത്. ഇനി നോമ്പ് കഴിഞ്ഞിട്ട് സിനിമ സീരിയലൊക്കെ ഉള്ളൂ. ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ഒഴുക്കിൽ പോയിട്ട് കാര്യമില്ല. കുറച്ചൊന്ന് ആലോചിച്ച് നമ്മുടെ ഈ തലച്ചോറ് ഉപയോഗിച്ച് ഒന്ന് ആത്മവിചിന്തനത്തിന്, ആത്മപരിശോധനക്ക് തയ്യാറാവണം. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. റമദാനിന്റെ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ റമദാനിലേക്ക് പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു മാപ്പ് നൽകണേ അള്ളാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുടെ ശമനം കൊടുക്കണേ അള്ളാഹുവെ. കടത്തിൽ കുടുങ്ങിയ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഹലാലായി വീട്ടാനുള്ള മാർഗം ഉണ്ടാക്കി തരണേ അള്ളാഹുവെ. റമദാനിൽ അർഹതപ്പെട്ട കേസുകളിലേക്ക് അല്ലാത്ത സമയങ്ങളിൽ നിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ അള്ളാഹുവെ, സക്കാത്ത് കണക്ക് കൂട്ടിക്കൊടുക്കാൻ അങ്ങനെ മനസ്സ് കാണിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.